ഞായറാഴ്ചയാണ്, അവധിയാണ്. പക്ഷേ മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴ. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ അല്പസമയത്തിനുള്ളിൽ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേർന്നേക്കാം, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരടക്കം, അല്ലേ? അരുൺകുമാർ, അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ പറവൂർ ടൗൺ ഹാളിന് പുറത്ത് നമുക്ക് കനത്ത മഴ കാണാൻ കഴിയുന്നുണ്ട്. ആ കനത്ത മഴയും അവഗണിച്ച് ഇപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലപാടുകൾ അത് തുറന്ന് പറയേണ്ടതാണ്, അതിന് ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് സലീം കുമാർ. അത് നമ്മൾ പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുള്ളതാണ്. എന്തു തന്നെയായാലും എന്ത് വലിയ വിമർശനം വന്നു കഴിഞ്ഞാലും തൻ്റെ നിലപാട് പറയേണ്ട സാഹചര്യമില്ല എന്നുള്ളത് കൃത്യമായി അത്തരത്തിലൊരു വ്യക്തി ജീവിതവുമായി മുന്നോട്ട് പോയ വ്യക്തി കൂടിയാണ് സലീം കുമാർ. എന്തായാലും സലീം കുമാറിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ല എന്ന വീട്, ആ വീടും പരിസര പ്രദേശങ്ങളിലുമായിട്ട് അദ്ദേഹം സജീവമായി തന്നെ നിലകൊള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം, ആ നാട്ടുകാരുടെ അത്തരത്തിൽ സലീം കുമാർ പ്രകടിപ്പിച്ച സ്നേഹം, അതുകൂടിയാണ് നമുക്ക് നാട്ടുകാരുടെ ഓരോ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ എന്ത് തിരക്കുകൾക്കിടയിലും പറവൂരിൽ തന്നെ സജീവമായി നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അവസാനമായി ഒരു നോക്ക് കാണേണ്ടതുണ്ട്. എത്ര വലിയ തിരക്കുണ്ടായി കഴിഞ്ഞാലും ഇനി അത് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം മടങ്ങാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് നിരവധി പേർ വരുന്നത് കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, അതെപ്പോഴും നമ്മളിങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി സംഭാഷണങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓർത്തെടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് ആ ജീവിതത്തെ, അതായത് നമുക്ക് രണ്ട് കണ്ണുകളാണുള്ളത്, ആ ജീവിതത്തെ രണ്ട് കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത് ഒരു കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സങ്കടക്കടലായിരിക്കും. എന്നാൽ മറ്റേ കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളു തുറന്നുള്ള പൊട്ടിച്ചിരിയാണ്. അപ്പോൾ ഉള്ളു തുറന്നുള്ള പൊട്ടിച്ചിരി എപ്പോഴും അങ്ങനെ ഒരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിരുന്ന വ്യക്തി കൂടിയാണ് സലീം കുമാർ. കാരണം സങ്കടപ്പെട്ടിട്ട്, എന്ത് വേദനകൾക്കിടയിലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അത് ആസ്വദിച്ച് തന്നെ ജീവിക്കേണ്ടതാണ്, സന്തോഷത്തോടു കൂടി തന്നെ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളൊരു പാഠം കൂടി മുന്നിൽ വച്ച ശേഷമാണ് അദ്ദേഹം വിട പറയുകയും ചെയ്യുന്നത്. എന്തായാലും 300ഓളം സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അതിൽ 100-ലധികം സിനിമകളിലെ കഥാപാത്രങ്ങൾ അത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ തന്നെ തിങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായി അദ്ദേഹം സംവിധാനം ചെയ്ത 3 സിനിമകളുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ട് നടക്കാറുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത കമ്പാർട്ട്മെൻറ്റ്, അതേപോലെ ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്ന സിനിമ, കറുത്ത ജൂതൻ എന്ന് പറയുന്ന മറ്റൊരു സിനിമ, അതിൽ അദ്ദേഹത്തിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം പോലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മികച്ച നടൻ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും, മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം, മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാനത്തേർപ്പെടുത്തിയ ആദ്യത്തെ പുരസ്കാരം, മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം, അങ്ങനെ ചലച്ചിത്ര ലോകം അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ കണ്ടറിഞ്ഞ് അടയാളപ്പെടുത്തി പുരസ്കാരം നൽകിയ ഒട്ടേറെ നിമിഷങ്ങളുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മാഞ്ഞു പോകുന്നത് ചിറ്റാറ്റുകരയിലെ ചേറിൽ നിന്ന് വളർന്ന് തൻ്റെ ദാരിദ്ര്യത്തിനിടയിലും തൻ്റെ അമ്മയ്ക്കൊപ്പം കൈപിടിച്ച് സ്കൂളിലെത്തി അവിടെ നിന്ന് മിമിക്രി എന്ന കലയിലൂടെ MG സർവകലാശാലയുടെ ശ്രദ്ധേയനായി ക്യാമ്പസുകളിലൂടെ, പിന്നീട് ടെലിവിഷൻ ചാനലുകളിലൂടെ, കോമഡി പരിപാടികളിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ സലീം കുമാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സലീം കുമാർ അവതരിപ്പിച്ച വിവിധ കഥാപാത്രങ്ങൾ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരു പിടിയുണ്ട് സലീം കുമാറിന്. ഇപ്പോൾ ഈ ജീവിതത്തിൻ്റെ തിരശീലയിൽ ദ എൻഡ് കറ്റനിട്ട് മടങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ തിരശീലകളിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളുണ്ട്. അവയിലൊന്നാണ് ഗ്രാമഫോണിലെ തബല ഭാസ്കരൻ.